വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. അരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. രാത്രി 12:30യോടെയായിരുന്നു സംഭവം. വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബുധനാഴ്ച രാത്രിയായിരുന്നു കാട്ടാന പ്രദേശത്ത് ഇറങ്ങിയത്. തുടർന്ന് സ്ഥലത്തെ വാർഡംഗം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ അവരെത്തുന്നതിന് മുന്നേ കാട്ടാന കിണറ്റിൽ വീഴുകയായിരുന്നു. വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് തുടരുമ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. കൃഷിയിടങ്ങളിൽ പതിവായി നാശം വിതയ്ക്കുന്ന ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പു നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. അല്ല, മയക്കൂടെ വെക്കുകയോ എന്ത് വേണേ കാട്ടിക്കോട്ടെ, പക്ഷെ നമുക്ക് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആനയെ കയറ്റിയിട്ട് ഇവിടെ തന്നെ വിട്ട് ഈ തൊട്ട് മേലെ ഫോറസ്റ്റ് ഉണ്ട്, അതിലേക്ക് കയറ്റിവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടുന്ന് വിട്ട് ദൂരെ എവിടെയെങ്കിലും ഇവിടുന്ന് പിടിച്ച ആന തിരിച്ച് ഇവിടെ തന്നെ എത്താത്ത രീതിയിലുള്ള ദൂരത്തേക്ക് എത്തിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ എന്നുവെച്ചാൽ ഒരാനയെങ്കിൽ ഒരാന 6-7 ആനകളുണ്ട്. ഒരാനയെങ്കിൽ ഒരാന ഇവിടുന്ന് പോകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾക്ക് കാണാം, ഇവിടെ തൊട്ടടുത്ത് തന്നെ കൃഷികൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തുച്ഛമായ ഒരു പ്രതിഫലം കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഒരു ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ആളുകൾക്ക് ഇപ്പം മെയിൻ റോഡിൽ പോലും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല. രാത്രി പുറത്തിറങ്ങാൻ കഴിയില്ല. റബ്ബർ വെട്ടുന്ന ആളുകൾക്ക് തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടാൻ കഴിയില്ല. എങ്ങനെ ആളുകൾ ജീവിക്കുക? വളരെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നല്ല കാലത്തിനാണ് ഇവിടെ ഈ ആന വന്ന് ഈ കിണറിൽ ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ വിടുള്ളൂ. കർഷകനാണ് ഞാന്. 10-40 കൊല്ലമായിട്ട് ഭൂമി തന്നെ കടന്ന് പണിത് അധ്വാനിക്കുന്ന ആളാണ്. എന്റെ കൃഷിയെല്ലാം ഈ ഒറ്റയാന ആനയാണ് മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ ലോറിയെ കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകണം. അത് മയക്കുവെടി വെക്കുക എങ്ങനെ വെച്ചാലും അതിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചങ്ങലയോ കയറോ അല്ലെങ്കിൽ അതിനും പറ്റിയ ഗുങ്കി ആനയെ കൊണ്ടുവന്ന് കരയെ കയറ്റാവുള്ളൂ. അല്ലാതെ കയറ്റിയിട്ട് തോക്കെടുക്കുന്നതിന് മുമ്പ് ആനയുടെ വഴിക്ക് പോകും. അതുകൊണ്ട് ആ മയക്കുവെടി നടക്കൂല. അതിനെ ബന്ധവസാക്കിക്കൊണ്ട് മയക്കുവെടി വെക്കണം. ആൾമറയില്ലാത്ത കിണറിന്റെ ഒരു ഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിടങ്ങ് കയറി ആനയെ പുറത്തെത്തിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. 25 അടി താഴ്ചയുള്ള കിണറ്റിലാണ് കാട്ടാന നിൽക്കുന്നത്. പുറത്തെത്തിക്കുമ്പോൾ പ്രകോപിതനാവാനുള്ള സാധ്യത പരിഗണിച്ച് ആനയെ മയക്കുവെടി വെക്കാനുള്ള നടപടിയിലേക്ക് കടന്നതായി വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. പണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. ഈ ഓഫർ ജനുവരി 21 മുതൽ 31 വരെ മാത്രം. സഫ ജ്വല്ലറി. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.